ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങി നമ്മൾ എൻ കെ പ്രേമചന്ദ്രനെ ഒന്ന് കാണുന്നു. നമുക്ക് കഴിയുമെങ്കിൽ ഒരു ചായ തരും നമ്മൾ ചോദിക്കുന്നു. കൊല്ലത്തിൻ്റെ ചായയും നല്ല കശുവണ്ടിയൊക്കെ ഉണ്ടല്ലോ, നല്ല രുചിയുള്ളതാണ്. നമുക്ക് എൻ കെ പ്രേമചന്ദ്രനോട് ചോദിക്കാം. നമ്മൾ ഈ യാത്ര തുടങ്ങിയിട്ട് 16 ദിവസമായി. ഗുഡ് മോർണിംഗ്. ഞങ്ങളെപ്പോഴും പറയാറുണ്ട് വളരെ സ്നേഹാതിഥ്യമുള്ള ആളാണ് ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ. ഞങ്ങൾ കാസർഗോഡ് നിന്ന് യാത്ര തുടങ്ങി. ഇനി രണ്ട് മണ്ഡലങ്ങളെ അവശേഷിക്കുന്നുള്ളൂ, തിരുവനന്തപുരം ആറ്റിങ്ങലും. ഇവനുമായിട്ടാണ് യാത്ര. കുതിര ഓർമ്മയുണ്ടല്ലോ, പണ്ട് കെ എം മാണിയുടെ. പ്രസക്തി എന്താണ്? ഇതിൽ 3 പ്രസക്തിയാണ്. ഒന്ന്, കുതിര കച്ചവടങ്ങൾ നടക്കുന്നൊരു കാലം, അപ്പോൾ അതുകൊണ്ട് കുതിര ഒരു പൊളിറ്റിക്കൽ സിമ്പൽ. 2, പടക്കുതിരയാണല്ലോ. താങ്കളെ പോലെയുള്ള പടക്കുതിരകൾ പല മണ്ഡലങ്ങളിലും ശക്തമാണ്. ഞങ്ങളുടെ സർവേയിൽ പോലും 50%-ലധികം ജനപിന്തുണയുള്ള ഒരുപക്ഷെ മണ്ഡലത്തിൽ ഏറ്റവും കുറച്ച് സിറ്റിംഗ് എം പിയുടെ ജനവിരുദ്ധ വികാരമുള്ളൊരു എം പിയാണ് എന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ താങ്കളെ പോലുള്ള പടക്കുതിരകളെ കാണാൻ അതിൽ തന്നെ വരണമല്ലോ. അത് നമ്പർ 2. നമ്പർ 3, കറുത്ത കുതിര എന്ന് പറയില്ല, അപ്രതീക്ഷിതമായ ആരെങ്കിലും ഞെട്ടിക്കുമോ എന്നുള്ളത് 3ാമത്തത്. അപ്പോൾ അതുകൊണ്ട് കുതിര ഒരു പൊളിറ്റിക്കൽ സിമ്പിളാണ്. നമ്പർ 4, അശ്വമേധം. ഹോഴ്സ് റൈഡിംഗിൽ നേരത്തെ പരിചയം. ഞാൻ ഈ പല അഭ്യാസങ്ങൾ വേണമല്ലോ, അങ്ങനെയൊക്കെ അറിയാമല്ലോ. ഈ രാഷ്ട്രീയ പ്രവർത്തനം, പാർട്ടി ഉണ്ടാക്കുന്നതും ചാനൽ ഉണ്ടാക്കുന്നതും ഏകദേശം രാഷ്ട്രീയ പ്രവർത്തനത്തിന് പല അഭ്യാസം, പക്ഷെ മാധ്യമ പ്രവർത്തനത്തിന് അതും വേണം. കാരണം പല രീതിയിലാണല്ലോ നമ്മൾ ആൾക്കാർ കാണുന്നിരിക്കുന്നത്, പലതരം പുതുമകൾ. എന്നാൽ അതേസമയം തന്നെ സിംബോളിക് ആവണം പല കാര്യങ്ങളും എന്നുള്ളത് കൊണ്ടാണ്. മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുണ്ടായിരുന്നു വിദ്യാർത്ഥിയായിരുന്ന കാലത്തെപ്പോഴെങ്കിലും? ഇല്ല, അത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ മേഖലകളിലും ഉണ്ടായിട്ടുണ്ട്. നല്ല ചായ ഇടും, അതാദ്യമേ തന്നെ പറയട്ടെ. കൊല്ലംകാരുടെ ചായ കുടിക്കാൻ നല്ല പ്രത്യേക രുചിയാണ്. നമ്മൾ എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോഴും ഇങ്ങനെ പറയും. കുറിച്ച് ഇടുക്കിയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ തേയില നല്ല ചായ ഇന്നലെ ഇടുക്കിയിൽ നിന്ന് കുടിച്ചിരുന്നു ഡീൻ്റെ ഒപ്പം. അപ്പോൾ തെരഞ്ഞെടുപ്പ് ചൂട് എങ്ങനെയുണ്ട് മൊത്തത്തിൽ, അന്തരീക്ഷത്തിലെ ചൂട്? ഒരു തെരഞ്ഞെടുപ്പിലും അനുഭവിക്കാത്ത ചൂടാണ് സത്യത്തിൽ കൊല്ലം. മാത്രമല്ല, കൊല്ലം ജില്ല കേരളത്തിലെ അത്യുഷ്ണ മേഖലകളിലൊന്നാണ്. കാരണം കുളത്തൂപ്പുഴ, പുനലൂർ പ്രദേശങ്ങളിൽ 37.5, 38 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ്. നമ്മൾ അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പോകുമ്പോൾ തന്നെ ആ തീവ്രത മനസ്സിലാക്കാൻ കഴിയും. ഇത് കേരളത്തിന് അപരിചിതമായി, സത്യത്തിൽ ഗൗരവത്തോടു കൂടി കേരളം അടക്കമുള്ള നമ്മുടെ കേരളം പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ കാലാവസ്ഥയിൽ വന്നിട്ടുള്ള ഘടനാപരമായിട്ടുള്ള വ്യതിയാനത്തെ സംബന്ധിച്ച് ഗൗരവത്തോടു കൂടി ഒരു കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അഡ്രസ്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉരുകുന്ന കേരളമായിരിക്കും ഭാവിയിൽ നമ്മൾ. പണ്ട് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നില്ല, ഒരു ഘട്ടത്തിൽ പോലും. എസിയിൽ കിടന്ന നാളുകൾ നമ്മൾ വളരെ കുറവാണ് ഓർമ്മിച്ചെടുത്തല്ലേ? അല്ല, മാത്രമല്ല, ഞാനിപ്പോൾ ആയിരക്കണക്കിന് കടകൾ ഈ ദിവസങ്ങളിൽ സന്ദർശിച്ചു. മിക്കവാറും എല്ലാ കടകളും ഇപ്പോൾ എയർ കണ്ടീഷനാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കാർബൺ ജുവലറി കടകൾ മാത്രമായിരുന്നു. ജുവലറി കടകളും വളരെ ലക്ഷറി കടകൾ മാത്രമായിരുന്നു. ഇപ്പം മിക്കവാറും ചെറിയ കടകൾ പോലും, മൊബൈൽ കടകൾ പോലും എല്ലാം എസിയാണ്. അപ്പോൾ പ്രേക്ഷകർ ഓർമ്മിക്കണം, നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ സ്ഥാനാർത്ഥികളെ പോലെ തന്നെ കയ്യിൽ വെള്ളം കരുതണം. ഇനി അങ്ങോട്ട് 1.5 മാസത്തോളം തെരഞ്ഞെടുപ്പിൽ എന്നതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ചൂടിലായിരിക്കും, നല്ല പരീക്ഷണമായിരിക്കും. അപ്പോൾ ചൂട് പൊതുവേ ഉണ്ട്. മൊത്തത്തിൽ എങ്ങനെയാണ് ആദ്യത്തെ ക്യാമ്പ് ഇറങ്ങി കഴിയുമ്പോൾ? ഞങ്ങളുടെ സർവേയിൽ നിന്ന് ഞാൻ തുടങ്ങാമെന്ന് വെച്ചത്, ആ സർവേയിൽ ഞങ്ങൾ വളരെ കൃത്യമായ സാമ്പിളിംഗ് ആയിരുന്നു കേട്ടോ. അതിൽ ഞങ്ങൾ മനസ്സിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മണ്ഡലത്തിൽ അങ്ങേക്കെതിരെ മറ്റുള്ള മണ്ഡലങ്ങളിലുള്ള ഒരു എം പി എന്ന നിലയിലുള്ളൊരു വിരുദ്ധ വികാരം ഇല്ല എന്ന്. ആൻറ്റി ഇൻകംബൻസി എം പിക്ക് കുറവാണ്. എന്നാൽ പ്രതിപക്ഷത്തിൻ്റെ കാര്യത്തിൽ ആൻറ്റി ഇൻകംബൻസി എന്ന് പറയാൻ കഴിയില്ലെങ്കിലും പ്രതിപക്ഷത്തിൻ്റെ പ്രകടനം അത്ര പോരാ എന്ന ഒരു നിലപാടും അവർക്കുണ്ട്. അത് പക്ഷേ സർക്കാരിനെ ഇങ്ങനെ എതിർത്താൽ പോരാ എന്നതുകൊണ്ടുമാവാം അങ്ങനെ ഒരു വ്യാഖ്യാനം അതിൽ നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇറങ്ങുമ്പോൾ ഈ സർവേ ശരിവയ്ക്കുന്ന ഒരു പൾസാണോ കിട്ടുന്നത്? സത്യത്തിൽ ഞാൻ 1988 ആദ്യം ഗ്രാമപഞ്ചായത്തിലേക്കാണ് മത്സരം. അത് കഴിഞ്ഞ് തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ, അത് കഴിഞ്ഞ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ലാൻഡ് മോർട്ട്ഗേജ് ബാങ്കിലും ഒരു വാശിയേറിയ മത്സരത്തിൽ സ്ഥാനാർത്ഥിയായിരുന്നു. 96-ൽ 11ാം ലോക്സഭയിലും 98-ൽ 12ാം ലോക്സഭയിലും, അത് കഴിഞ്ഞ് കേരള നിയമസഭയിലേക്ക് 2 പ്രാവശ്യം ചവറയിൽ നിന്നും, പിന്നെ വീണ്ടും ലോക്സഭയിലേക്ക് 2 പ്രാവശ്യം ഉൾപ്പെടെ ഇത്രയും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മളൊരു 10 വർഷം അല്ലെങ്കിൽ 5 വർഷക്കാലം എം പി ആയിരുന്നു, നിയമസഭാംഗമായിരുന്നതിന് ശേഷം ജനങ്ങളുടെ മുമ്പിൽ വോട്ടിനായി ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള പരിഭവം, പ്രതിഷേധം, പ്രതികരണം, നടന്നില്ല, ചെയ്തില്ല. എനിക്ക് ഈ പ്രാവശ്യം അനുഭവപ്പെട്ട ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ്, അങ്ങനെയുള്ള ഒരു പരാതികളും പരിഭവവും ഇല്ല എന്ന് മാത്രമല്ല വലിയ സ്വീകാര്യതയാണ്. ഞാനത് ഇതിനു വേണ്ടി പറയുന്നില്ല, പൊതു സ്വീകാര്യത വല്ലാതെ എന്നെ അത്ഭുതപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് നേരത്തെ അരുൺ സൂചിപ്പിച്ച ഈ 38 ഡിഗ്രി സെൽഷ്യസ് ചൂടിനെ പോലും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആവേശമായി മാറും. ഒന്ന്, എന്നോടൊപ്പമുള്ള സഹപ്രവർത്തകരുടെ താല്പര്യം.
രണ്ട് വോട്ടർമാർ നൽകുന്നൊരു പോസിറ്റീവ് റെസ്പോൺസ്. ആ പോസിറ്റീവ് റെസ്പോൺസ് എൻ്റെ തെരഞ്ഞെടുപ്പ് ജീവിതത്തിൽ ഇത്രയും പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കിട്ടിയ കാലം ഒരു തെരഞ്ഞെടുപ്പിലും. അതൊരു MP എന്ന നിലയിൽ അങ്ങേക്ക് വളരെ സന്തോഷം നൽകുന്നതാണ്. നമുക്കത് കേൾക്കാനും സന്തോഷമുണ്ട്. മറുഭാഗത്ത് മുകേഷ് ഇന്നലെ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മുകേഷ് MLA എന്ന നിലയിൽ ചെയ്ത നേട്ടം MP എന്ന നിലയിൽ NK പ്രേമചന്ദ്രൻ ചെയ്ത നേട്ടത്തെക്കാൾ മറികടന്നു പോകുമെന്നും അതൊരു കണക്ക് അദ്ദേഹം വയ്ക്കുന്നുണ്ട്. 1748 കോടി രൂപയുടെ വികസന പ്രവർത്തനം തൊട്ട് കാണിക്കാവുന്ന വെല്ലുവിളിയാണ് അങ്ങേക്കെതിരെ അദ്ദേഹം ഉയർത്തുന്നത്. ഞാനതിൽ പറഞ്ഞ മറുപടി എന്നെ സംബന്ധിച്ചിടത്തോളം അടുത്തു പോയി തൊട്ടു നോക്കേണ്ട കാര്യമില്ല. ദൂരെ നിന്ന് കണ്ടറിയാം. കൊല്ലം വഴി കടന്നു പോകുന്ന ഒരാൾക്ക് അനുഭവഭേദ്യമാകുന്ന വികസന പ്രവർത്തനങ്ങളാണ് ഞാൻ നടത്തിയത്. ഞാൻ ആ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നല്ലൊരു സംവാദത്തിന് തയ്യാറാണ്. അപ്പൊ മുകേഷ് വെല്ലുവിളിക്കുകയാണ്. 1746 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്തി. നമുക്കത് ഡിബേറ്റ് ചെയ്യാം. ഏറ്റെടുക്കുന്നു. വെല്ലുവിളിയല്ല, നമ്മുടെ വികസന പ്രവർത്തനത്തിൽ വെല്ലുവിളിയല്ല വേണ്ടത്, സംവാദമാണ്. ജനങ്ങൾ അറിയട്ടെ. ശ്രീ മുകേഷ് 8 വർഷക്കാലം നിയമസഭാംഗമെന്ന നിലയിൽ കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, പാർലമെന്റ് അംഗമെന്ന നിലയിൽ 10 വർഷക്കാലം ഞാൻ നടത്തിയിട്ടുള്ള വികസനം, നിങ്ങളത് മനസ്സിലാക്കേണ്ട കാര്യം, കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾക്ക് പരിമിതിയുണ്ട്. ഒരു MP ക്ക് പരിമിതിയുണ്ട്. കാരണം നാഷണൽ ഹൈവേ, റെയിൽവേ, അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് പിന്നെ ബാക്കി നടക്കുന്ന സംസ്ഥാനത്ത് നടക്കുന്ന മുഴുവൻ വികസന പ്രവർത്തനങ്ങളും സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ചും 17 കോടി മാത്രമാണ്. അതെ, കേവലം 17 കോടിയാണ്. അത് പ്രാദേശിക വികസനത്തിന് വേണ്ടി ഹൈമാസ് ലൈറ്റും അതുപോലെയുള്ള കൊച്ചു കാര്യങ്ങൾ ചെയ്യാനല്ലാതെ കാര്യമായി ഒന്നും നമുക്ക് കൊടുക്കാൻ കഴിയില്ല. പ്രാദേശിക വികസന ഫണ്ടിന്റെ വികസന പ്രവർത്തനമല്ല, അല്ലാതെയുള്ള വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ഡിബേറ്റ് ചെയ്യാം. അപ്പോൾ ഡിബേറ്റ് ചെയ്യുമ്പോൾ ഇത് മനസ്സിലാക്കണം. ഒന്ന്, അതായത് ശരിക്കും നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് MLA വികസന പ്രവർത്തനവും MP വികസന പ്രവർത്തനവും ഒരേ രീതിയിൽ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയില്ല. കാര്യം രണ്ടും രണ്ട് റോളാണ്. MP ക്ക് രാഷ്ട്രീയ ഉത്തരവാദിത്വം കൂടിയുണ്ട്, MLA-ക്കും ഉണ്ട്. ഞാൻ നമ്പർ 1 അരുൺ, നമ്മൾ ഡിബേറ്റ് ചെയ്യേണ്ടത്, നിങ്ങളും ചർച്ചയ്ക്ക് വിഷയമാക്കേണ്ടത് എന്താണ് ഒരു പാർലമെന്റ് രംഗത്തിന്റെ ചുമതല. അരുൺ ഒരു പൊളിറ്റിക്സിൽ ഗവേഷണം നടത്തിയിട്ടുള്ള ഏറ്റവും മികവുറ്റ കഴിവുറ്റ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയാണ്. എന്താണ് ഒരു MLA-യുടെ പ്രഥമവും പ്രധാനവുമായ ചുമതല? ഞാൻ വിശ്വസിക്കുന്നു ഒരു MP-യും ഒരു MLA-യും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, പ്രഥമ പരിഗണന നൽകേണ്ടത് പാർലമെന്ററി രംഗത്തെ ഇടപെടലാണ്. അത് നിയമസഭാംഗമാണെങ്കിലും പാർലമെന്റ് അംഗമാണെങ്കിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ, രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നമ്മുടെ ഇടപെടൽ ഒരു സ്വാധീന ഘടകമായി മാറിത്തീരാനും, അതുപോലെ ഗവൺമെന്റിനെ അക്കൗണ്ടബിൾ ആക്കുക. നിങ്ങൾ ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നത് ആ നിയമസഭാ മണ്ഡലത്തിന്റെ പരിപ്രേക്ഷ്യത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ കാണാനല്ല. അതെ, നിങ്ങൾ കേരളത്തിന്റെ പ്രതിനിധിയാണ്. എന്നെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ ഇന്ത്യയുടെ പ്രതിനിധിയാണ്. അപ്പോൾ സ്വാഭാവികമായും ആ ഒരു പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ നമുക്കുള്ള ഒരു അക്കൗണ്ടബിലിറ്റി, ഗവൺമെന്റിനെ അക്കൗണ്ടബിൾ ആക്കാൻ ഉത്തരവാദിത്വമുള്ളവരാണ് പാർലമെന്റ്. നമുക്ക് അതും പരിശോധിക്കണം. ഞാൻ ഒന്നുകൂടെ പറഞ്ഞിട്ടെ, വികസന പ്രവർത്തനങ്ങളെ വിസ്മരിക്കുകയല്ല. ഞാനിപ്പോൾ എൻ്റെ വളരെ സമഗ്രമായ നിലയിൽ ഈ കഴിഞ്ഞ 5 വർഷം നടത്തിയിട്ടുള്ളതും അതിനു മുമ്പ് നടത്തിയിട്ടുള്ളതുമായിട്ടുള്ള 10 വർഷക്കാലത്തെ വികസന രേഖ 24/7 ലൈവ് MP എന്ന നിലയിൽ വരുന്ന ഒരാഴ്ചക്കുള്ളിൽ തന്നെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അത് വേണമെങ്കിലും ഞാൻ ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്. അതായത് MP എന്ന നിലയിൽ അങ്ങേക്ക് 2 പരിമിതികളാണ്. ഒന്ന്, MP എന്ന നിലയിൽ അങ്ങേക്ക് ലഭിക്കുന്ന പണത്തിൻ്റെ കാര്യത്തിൽ ഒരു കുറവുണ്ട്, 17 കോടിയുള്ളൂ, നമ്പർ 1. നമ്പർ 2, കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ മാത്രമേ അങ്ങേക്ക് MP എന്ന നിലയിൽ ഇവിടെ കൊണ്ടുവരാൻ സാധിക്കൂ. നമ്പർ 3, അങ്ങ് ഭരണപക്ഷത്തുള്ളൊരു MP അല്ല, പ്രതിപക്ഷത്തുള്ളൊരു MP ആണ്. അതിൻ്റെ 3ാമത്തെ ഒരു പരിമിതി. അപ്പോൾ ഈ പരിമിതികൾക്കുള്ളിൽ നിന്നും ഡിബേറ്റ് ചെയ്യാൻ അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ മുകേഷിൻ്റെ വെല്ലുവിളി സംവാദത്തിലുള്ള വെല്ലുവിളിയായി തന്നെ തിരിച്ച് NK പ്രേമചന്ദ്രൻ വയ്ക്കുന്നു. അത് മുകേഷിന് ഏറ്റെടുക്കാം. റിപ്പോർട്ടർ തയ്യാറാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു നിഷ്പക്ഷമായ ചർച്ച, 2 ഭാഗത്തെയും മുകേഷും അങ്ങും തയ്യാറാണെങ്കിൽ നമുക്ക് വികസന പ്രവർത്തനങ്ങളൊരു ചർച്ച 1/2 മണിക്കൂർ നമുക്ക് പ്രേക്ഷകർക്ക് നൽകുകയുമാവാം. അപ്പോൾ ആ വെല്ലുവിളി പറഞ്ഞല്ലോ, 1742 കോടി രൂപയുടെ ഒരു കണക്ക് പറഞ്ഞല്ലോ. പെട്ടെന്നുള്ളൊരു ഒബ്സർവേഷൻ ഞാൻ പറയാം. അതിൽ 470 കോടി രൂപ ഈ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതാ. അതായത് നഗരവീതി, കൊല്ലം നഗരവീതിയുടെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ടുള്ള ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി ഭരണാനുമതി നൽകിയിട്ട് 3 ദിവസമേ ആയുള്ളൂ. അതായത് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട അപ്പൊ തന്നെ 470 കോടി മാറി. പിന്നെ ബാക്കി 1000 ഞാൻ അത് തലനാരികളെ അതിന് പിന്നെ വലിയൊരു പദ്ധതി സമയമില്ലാത്തതുകൊണ്ടാണ് ആ ഡിബേറ്റിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല. കാരണം അദ്ദേഹം കൂടി വരട്ടെ. അതിനകത്ത് ഒരു വലിയ പ്രോജക്റ്റ് ഞാങ്കടവ് കുടിവെള്ള പദ്ധതി 250 കോടി രൂപയാണ്.
ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. അതെനിക്ക് തോന്നുന്നത് അദ്ദേഹം അങ്ങനെയാണെങ്കിൽ 1300 അതും അങ്ങ് മാറും. ഞാൻ പറഞ്ഞത് ആ കേന്ദ്രാവിഷ്കൃത പദ്ധതി ഞാങ്കടവ് കുടിവെള്ള പദ്ധതി ഉൾപ്പെടെയുള്ള പദ്ധതികൾ കൊല്ലം കോർപ്പറേഷന് കിട്ടുന്നതിന് വേണ്ടി വെങ്കയ്യ നായിഡു മന്ത്രിയായിരുന്നപ്പോൾ, വെങ്കയ്യ നായിഡു അർബൻ ഡെവലപ്മെന്റ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് കൊല്ലം നഗരം അമൃത് നഗരമായിരുന്നില്ല. അതിശക്തമായിട്ടുള്ള ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് കൊല്ലത്തെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പദ്ധതികൾക്കെല്ലാം പണം അനുവദിച്ചത്. അത് ഇതുവരെ പൂർത്തിയാക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഈ കുടിവെള്ളം ഏറ്റവും ലീസ്റ്റ് എക്സ്പെൻഡിച്ചർ ആണ് കൊല്ലം കോർപ്പറേഷൻ. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വെല്ലുവിളിയല്ല, സംവാദത്തിലുള്ള വെല്ലുവിളി. ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഡിബേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നിയമസഭാംഗം എന്ന നിലയിൽ 8 വർഷക്കാലം അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ, ഒരു പാർലമെന്റ് അംഗം എന്ന നിലയിൽ നേരത്തെ അരുൺ പറഞ്ഞ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു പാർലമെന്റ് അംഗം എന്ന നിലയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് ജനങ്ങൾ അറിയണ്ടേ? തീർച്ചയായും. അപ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മുടെ ആദ്യത്തെ ചോദ്യം അതായിരുന്നു, അതിനുള്ള ഉത്തരം കിട്ടി. സംവാദത്തിന് തയ്യാറാണ് എനിക്ക് പ്രേമചന്ദ്രൻ, മുകേഷ് തയ്യാറാണെങ്കിൽ റിപ്പോർട്ടറും തയ്യാറാണ്. 1746 കോടി അല്ലേ, ആ കോടിയുടെ കണക്ക് അത് എവിടെയാണ് എന്ന് നമുക്ക് തൊട്ടറിയാം, സംബന്ധിച്ചറിയാം. ആ കണക്ക് പറയുമ്പോൾ ഞാനിത് മൊത്തം ടാബുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ ഇങ്ങനെ വന്നതുകൊണ്ട് ഒരു 11,000-11,000-ത്തിലധികം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവന്ന് മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം അരുൺ എൻ്റെ 5 ഇയേഴ്സ് എനിക്കറിയാം, എന്നെ CPM വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. ഏതെങ്കിലും ഒരു പെശകുണ്ടെങ്കിൽ അവർ കൃത്യമായി അത് ചൂണ്ടിക്കാണിക്കും. ഗവൺമെന്റിന്റെ ഓതന്റിക് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഓരോ പ്രസ് സ്റ്റേറ്റ്മെന്റും കൊടുക്കുന്നത്, ഓരോ ഇഷ്യൂവിനെ അഡ്രസ് ചെയ്യുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ നടത്തിയ പ്രവർത്തി, ഈ 5 അല്ല, 2014 മുതൽ 19 വരെയുള്ള 5 വർഷക്കാലം നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ രേഖ പരസ്യമായി പ്രസിദ്ധി, ഒരെണ്ണം അവർക്ക് ഡിസ്പ്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ 10 വർഷത്തതും വരട്ടെ, അത് അവരും നമ്മളുമായിട്ട് 2 വികസന രേഖയും തമ്മിൽ വെച്ച് ഡിസ്കസ് ചെയ്യാം. അത് വരേണ്ടത് ശ്രീ മുകേഷ് തന്നെ വരണം, വന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ അതിന് വില്ലിംഗ് ആണ്. അതാണ് അരുൺ ഞാൻ പറയുന്നത്. അത് ഒരു തർക്ക പ്രശ്നമല്ല. നിങ്ങൾ നടത്തിയ കാര്യങ്ങൾ, ജനം വിലയിരുത്തട്ടെ. ആ നിലയിലേക്ക് വേണം നമ്മുടെ പാർലമെന്ററി രംഗത്ത്, തെരഞ്ഞെടുപ്പ് രംഗത്ത്. അതാണ് ആരോഗ്യകരമായ സംവാദം ഒരു ജനാധിപത്യത്തിൽ ഉണ്ടാവേണ്ടത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക്, അങ്ങനെ ചില വ്യക്തിപരമായ നീരസേന ഉണ്ടെന്ന് ഞാൻ ചിലത് അറിയാൻ സാധിച്ചു. അപ്പോൾ അത് നമ്മൾ തുറന്നൊക്കെ പറയാം. കാരണം നമ്മൾ തമ്മിൽ വ്യക്തിപരമായ പിണക്കങ്ങളൊന്നും ഇല്ലല്ലോ. മാത്രമല്ല ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു MP എന്ന നിലയിലും എനിക്കേറെ ആദരവുള്ള ഒരാളാണ് ശ്രീ NK പ്രേമചന്ദ്രൻ. കാരണം നമ്മൾ തമ്മിൽ നേരത്തെ തന്നെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ നമ്മൾ പരസ്പരമുള്ള ചോദ്യങ്ങൾ, നമ്മുടെ രാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം സൂചനകളുടെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, അങ്ങേ CPM വളഞ്ഞിട്ട് സംഖ്യവൽക്കരിക്കാൻ ശ്രമം നടത്തുന്നു എന്നുള്ളൊരു ആരോപണമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, അങ്ങ് ആ ഉച്ചഭക്ഷണം കഴിക്കാൻ പോയതാണ് വിവാദമായി തീർന്നത്. രാജ്മോഹൻ ഉണ്ണിത്താനോട് ഞാൻ ചോദിച്ച ചോദ്യമാണ് അങ്ങേ ബുദ്ധിമുട്ടിച്ചെന്ന് എനിക്ക് തോന്നുന്നു ഒരു ഘട്ടത്തിൽ. പക്ഷേ രാജ്മോഹൻ ഉണ്ണിത്താൻ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അദ്ദേഹം മാത്രമാണ് അങ്ങനെ ഒരു മറുപടി പറഞ്ഞത്. ബാക്കി ഞാൻ എല്ലാ നേതാക്കളോടും സംസാരിക്കുന്ന സമയത്തും CPM അല്ലാത്ത ആൾക്കാരുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താനോട് ചോദിച്ച ചോദ്യമല്ല, അരുൺ കാസർഗോഡ് നിന്ന് ആരംഭിച്ച ചോദ്യമാണ് എല്ലാ MP-മാരും. വലിയ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ അല്ലേ? ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ തോമസ് വരുന്നു, അല്ലല്ല തമ്പാനൂർ സതീഷ് വരുന്നു. അരുൺ, ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനും അതിനകത്തില്ല, ഒരു രാഷ്ട്രീയ പ്രസക്തിയുമില്ല. CPM അതിനെ ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗപ്പെടുത്തുന്നു. പക്ഷേ അതിനെ അനുരോധമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അരുൺ റിപ്പോർട്ടറിലൂടെ ശ്രമിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ. അങ്ങനെ ഒരു ആശങ്കയും വേണ്ട. മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. നമ്മൾ കുതിരയുടെ കാര്യം പറഞ്ഞ പോലെ ഈ കുതിര കച്ചവടത്തെ ഓപ്പറേഷൻ ലോട്ടസ് എന്നാണല്ലോ ആൾക്കാർ വിശേഷിപ്പിക്കുന്നത്. നമ്മൾ നേരിട്ട് കുതിര കച്ചവടം എന്നാണ് പറയുന്നത്. പക്ഷേ NK പ്രേമചന്ദ്രനെ പോലെയുള്ളൊരു വ്യക്തി ഒരിക്കലും അങ്ങനെ ഒരു കുതിര കച്ചവടത്തിൽ നിന്ന് കൊടുക്കുന്ന വ്യക്തിപരമായി കണക്കാക്കുന്ന ഒരാളല്ല ഞാൻ. ബട്ട് അവിടെ അത് എങ്ങനെയാണ് അങ്ങ് വിഷയം? അങ്ങയുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരാൾ BSPയിൽ നിന്നുള്ള ഒരാളാണെന്ന് തോന്നുന്നു. അദ്ദേഹം BJPയിലേക്ക് പോയി കഴിഞ്ഞു. അപ്പോൾ നേരത്തെ BJP ആയിട്ട് അലയൻസ് ഉണ്ടായിരുന്ന ഒരാൾ. അപ്പോൾ അത് പ്രേക്ഷകരുടെ മുന്നിൽ തുറന്നു പറയാനുള്ള അവസരം കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഓപ്പണായി തന്നെ നേരിട്ട് വരാമെന്ന് പറഞ്ഞത്. ഞാൻ എന്തായാലും അങ്ങനെ വിളിക്കാൻ ശ്രമിച്ചു. പിന്നെ വേണ്ട, നമുക്ക് ഓപ്പണായി തന്നെ സംസാരിക്കാം എന്ന് കരുതി. നമ്മൾ എന്തിനാ മാറാം. അതുകൊണ്ടാണ് നേരിട്ട് ഞാൻ പ്രേക്ഷകരുടെ മുന്നിലേക്ക് പറയുന്നത്. ആ ഭക്ഷണത്തിന് ശേഷം ഉണ്ടായ വിവാദങ്ങൾ പിന്നീട് വളരെ നിർഭാഗ്യകരമാണ്, ശരി, സമ്മതിച്ചു. പക്ഷേ അപ്പോഴും കോൺഗ്രസ് ക്യാമ്പിൽ നിന്നൊരു ഒഴുക്ക്, ഇപ്പോൾ അജയ് കപൂറിനെ പോലെയുള്ള ആളെ ഒഴുക്ക് തടയാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ആൾ പോലും BJPയിലേക്ക് പോകുന്നൊരു ഘട്ടമുണ്ടാകുന്നു. അവിടെയാണ് അങ്ങ് ഒറ്റ MP ആണ്, അതുകൊണ്ട് തന്നെ മികച്ച പെർഫോമൻസ് ഉള്ളൊരു MP ആണ്, അവാർഡ് നേടിയ MP ആണ്. അങ്ങേ സ്വാഭാവികമായും BJP ക്യാമ്പിലേക്ക് എടുക്കുക എന്നുള്ളത് BJPയുടെ ഒരു പ്രൈഡാണ്. ആ മൊമെൻറ്റിൽ താങ്കളെ എങ്ങനെയും BJP ആ ക്യാമ്പിലേക്ക് കൊണ്ടുപോകും. ദേ നീഡ് എ ഫേസ്. അവർക്ക് സുരേഷ് ഗോപിയേക്കാൾ കൺവിൻസിങ് ഫേസ് NK പ്രേമചന്ദ്രനാണ് എന്നതാണ് പൊതുവേ ഇരുന്ന ഒരു ജന ആശങ്ക. അതാണ് ഞാൻ അങ്ങോട്ട് സ്ട്രെയിറ്റായി ചോദിക്കുന്നത്. ഒരു മറയുമില്ലാതെ അങ്ങ് പറഞ്ഞോളൂ. ഈസ് ദർ എനി പോസിബിലിറ്റി, 1% പോസിബിലിറ്റി ഫോർ ദാറ്റ്? എനിക്കൊരു പൊളിറ്റിക്കൽ, ഞാൻ എൻ്റെ കൺവെൻഷനിൽ പ്രസംഗിച്ചതാണ്, NK പ്രേമചന്ദ്രൻ എന്ന വ്യക്തിയെ എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്? അരുൺ റിസർച്ച് ചെയ്യേണ്ട കാര്യമാണ്.
2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF നിന്ന് വളരെ പെട്ടെന്ന് 34 വർഷക്കാലം LDFിൻ്റെ മുഖമായി, LDFിൻ്റെ നാവായി, LDFിന് പ്രതിരോധം തീർത്തുകൊണ്ട് പൊതുമധ്യത്തിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച, അതിൻ്റെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് നിലയിൽ നിന്ന് പ്രവർത്തിച്ച് ഞാൻ പ്രതിനിധീകരിക്കുന്ന പാർട്ടി തീരുമാനമനുസരിച്ച് UDFിൻ്റെ ഭാഗമായപ്പോൾ എന്തുകൊണ്ട് പൊതുസമൂഹം എന്നെ സ്വീകരിച്ചു? എൻ്റെ രാഷ്ട്രീയ വിശ്വാസ്യതയാണ് അതിന് ആധാരമായ കാരണം. ആ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി കളഞ്ഞുകൊണ്ട് ഞാനന്ന് വ്യക്തി അപ്രസക്തം. എൻ്റെ രാഷ്ട്രീയ വിശ്വാസ്യതയ്ക്ക് ദൗർബല്യം സംഭവിച്ചാൽ, കോട്ടം സംഭവിച്ചാൽ പിന്നെ NK പ്രേമചന്ദ്രൻ ഇല്ല. അതാണ് ഞാൻ പാർട്ടിയും ഉണ്ടാവില്ല. കാരണം അങ്ങേ കൂടി ചുറ്റിപ്പറ്റിയാണ് ആ പാർട്ടി നിൽക്കുന്നത്. പ്രവർത്തകരെ ഞാൻ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ പോലും. അല്ല, ഞാനില്ലെങ്കിലും പാർട്ടി ഉണ്ടാകും, അത് സംശയമൊന്നും വേണ്ട കാര്യത്തിൽ. ഇപ്പം സഖാവ് N. ശ്രീകണ്ഠൻ നായർ, അദ്ദേഹമായിരുന്നു ഈ പാർട്ടിയുടെ എല്ലാം. അദ്ദേഹം പോയതിനു ശേഷം ബേബി സാറ്, TK ദിവാകരൻ, അതിനുശേഷം പാർട്ടി ഉണ്ടാകും. പക്ഷെ പ്രശ്നം അതല്ല. പേഴ്സണലി നമുക്കൊരു പൊളിറ്റിക്കൽ ഐഡന്റിറ്റി, പൊളിറ്റിക്കൽ ഇന്റഗ്രിറ്റി, പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി, അതാണ് നമ്മുടെ അസറ്റ്. അത് വളരെ എളുപ്പത്തിൽ കിട്ടിയതല്ല. ദശാബ്ദങ്ങളായി നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളിൽ നിന്ന് ആർജിച്ച വിശ്വാസത്തെ അധികാര താല്പര്യത്തിന് വേണ്ടി നിമിഷം കൊണ്ട് മാറ്റിയാൽ തകരുന്നത് ആ വ്യക്തിത്വമാണ്. പിന്നെ വിലയില്ല. പിന്നെ കൊല്ലത്തേക്ക് വരാൻ കഴിയില്ല. കൊല്ലത്തേക്ക് വരുന്ന മാത്രം കേരളത്തിലേക്ക് വരാൻ കഴിയില്ല. അതെ, ജനങ്ങളല്ല, അതിപ്പോ അധികാരം ഉണ്ടെങ്കിൽ വരാം. പക്ഷെ അതല്ലല്ലോ, നമുക്കൊരു ഐഡന്റിറ്റി, നമ്മുടെ ഒരു പേഴ്സണൽ ഒരു ഐഡന്റിറ്റി. 88 ഞാൻ ആദ്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ മൺവെട്ടിയും മൺകോരികയും അടയാളത്തിൽ RSPയുടെ സ്ഥാനാർത്ഥിയായി തന്നെയാണ് മത്സരിച്ചത്. ഇനിയും അങ്ങനെയായിരിക്കും. RSP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ആ പ്രസ്ഥാനമാണ് എന്നെ ഈ നിലയിലേക്ക് വളർത്തിയത്. ആ പ്രസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടും അതിനപ്പുറത്ത് എനിക്കൊരു രാഷ്ട്രീയമുണ്ട്. എൻ്റെ രാഷ്ട്രീയം നിങ്ങൾ യോജിച്ചാലും ഒരു ഇടതുപക്ഷ മനസ്സിൻ്റെ ഉടമയാണ് ഞാൻ. ആ ഇടതുപക്ഷ മനസ്സാണ് എന്നെ നയിക്കുന്ന വികാരം, പൊതുവികാരം. അതാണ് ഞാൻ പാർലമെന്റിൽ സംസാരിക്കുമ്പോഴും. സത്യത്തിൽ നിങ്ങൾ എൻ്റെ പാർലമെന്റ് സ്പീച്ചസ് എടുത്ത് നോക്കിയാൽ CPMൻ്റെ ഒരാൾ സംസാരിക്കുന്നതിനേക്കാൾ അതിശക്തമായ നിലയിലാണ് സത്യത്തിൽ തൊഴിലാളി വർഗത്തിൻ്റെ കാര്യം, നവലിബറലിസത്തിനെതിരായിട്ടുള്ള പോരാട്ടം, അതുപോലെയുള്ള വർഗീയതയ്ക്കെതിരായിട്ടുള്ള പരിശ്രമം. അപ്പോൾ അതെൻ്റെ ഒരു മനസ്സാണ്, എൻ്റെ ഒരു വികാരമാണ്. എത്ര വലിയ പ്രലോഭനം വന്നാലും, ഇപ്പോൾ നരേന്ദ്രമോദി ഉച്ചഭക്ഷണത്തിൽ വിളിച്ചതുപോലെ താങ്കൾക്കൊരു ക്യാബിനറ്റ് പദവി, അതല്ലെങ്കിൽ അവരിപ്പോൾ നമ്മൾ കേൾക്കുന്നത് പോലെ 25 കോടിക്കും അപ്പുറത്തേക്കുള്ള വിലപേശൽ, അതിനൊന്നും RSP എന്ന് പറയുന്ന പാർട്ടിയോ NK പ്രേമചന്ദ്രനെയോ കിട്ടില്ല. അതെങ്ങനെ കിട്ടുമരുണ്ട്? 1999 ഞാൻ അന്ന് MP ഏറ്റവും വലിയ കുതിര കച്ചവടം. അന്ന് ഈ അരുൺ പറഞ്ഞ ഒരു MPക്ക് 25 കോടി വെച്ച് ഓഫർ വന്ന കാലമാണ്. അന്ന് ഒരൊറ്റ വോട്ടിനാണ് അടൽ ബിഹാരി വാജ്പേയി ആ ഗവൺമെന്റ് പോയത്. 13 മാസം അധികാരത്തിലിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഒറ്റ വോട്ടിനാണ് പരാജയപ്പെട്ടത്. അങ്ങനെ ഏതെങ്കിലും അധികാരമോ സമ്പത്തോ ആണ് താല്പര്യമെന്നുണ്ടെങ്കിൽ എത്രയോ അവസരങ്ങളുണ്ടായിരുന്നു. അരുൺ മനസ്സിലാക്കണം, 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞാനിപ്പോഴും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന നേതാവാണ് CPMൻ്റെ മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. അവരുടെ സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യത്തിൽ പത്രസമ്മേളനം നടത്തി പരസ്യമായിട്ട് പറഞ്ഞു, ഈ പ്രേമചന്ദ്രൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടാൽ മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ അടുത്ത ദിവസം ക്യാബിനറ്റിൽ മന്ത്രിയാകും. ഇതായിരുന്നു 2019 അവർ നടത്തി. എനിക്ക് ആകാമായിരുന്നല്ലോ, അവസരങ്ങൾ ഉണ്ടാകുമായിരുന്നല്ലോ. അവരാരും എന്നെ സമീപിച്ചതുമില്ല. ഞാനങ്ങോട്ട് പോകുക, കാരണം അവർക്കെന്നെ നല്ലതുപോലെ അറിയാം. പിന്നെ നിങ്ങൾ ഈ പറയുന്ന ഉച്ചഭക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഞാൻ വിശദീകരിച്ചാണ്, ഞാനതിലേക്ക് ആവർത്തിക്കാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആരോടെങ്കിലും പോയി ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞ്, സൗഹൃദം പങ്കിട്ടു എന്ന് പറഞ്ഞ് എൻ്റെ രാഷ്ട്രീയത്തിനൊരു മാറ്റവും ഉണ്ടായില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ. അത് കഴിഞ്ഞ് 3 മണിക്കൂറിന് ശേഷം ഇന്ത്യ മുന്നണിക്ക് വേണ്ടി, പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ഈ വൈറ്റ് പേപ്പറിനെതിരായിട്ടുള്ള നിരാകരണ പ്രമേയം എന്നല്ല അതിൻ്റെ ശരിയായ വാക്ക്, സബ്സ്റ്റിറ്റ്യൂട്ട് റെസൊല്യൂഷൻ. അത് ഈ ചട്ടങ്ങളിൽ ഒരു പ്രത്യേക വ്യവസ്ഥയാണ്. ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് റെസൊല്യൂഷൻ അവതരിപ്പിച്ചുകൊണ്ട് 20 മിനിറ്റ്, ഏകാംഗ പാർട്ടിയാണ്, 20 മിനിറ്റ് സംസാരിച്ചു. എങ്ങനെയാണ് 20 മിനിറ്റ് സംസാരിക്കുന്നത്? ആ പ്രൊവിഷൻ കണ്ടെത്തി. അങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് റെസൊല്യൂഷൻ മൂവ് ചെയ്യാനുള്ള പ്രൊവിഷൻ കണ്ടെത്തിയപ്പോൾ മൂവ് ചെയ്യുന്ന മൂവർ കരുൺ അറിയാമല്ലോ, സമയം കൊടുത്തു. അങ്ങനെ 20 മിനിറ്റ് 10 വർഷക്കാലത്ത് നരേന്ദ്രമോദി ഗവൺമെന്റിനെ തലനാരിഴ കീറി വിമർശിക്കുകയും, ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ട് പുകഴ്ത്തുകയല്ല ചെയ്തത്, 20 മിനിറ്റ് എടുത്ത് വിശദമായി വിമർശിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, ഞാൻ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ പ്രഹ്ലാദ് ജോഷി, പാർലമെന്ററി കാര്യമന്ത്രി, ഞാൻ സംസാരിക്കുന്നത് അറിഞ്ഞ് ഓടി സഭയ്ക്കകത്ത് വന്ന് V. മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ തടസ്സം തീർക്കുകയായിരുന്നു. അവിടെ പറഞ്ഞൊരു വാചകം ഞാൻ പറയാം. പ്രഹ്ലാദ് ജോഷി പറഞ്ഞ, നിങ്ങൾ ഇവിടെ പാർലമെന്റിൽ ഞങ്ങൾക്കെതിരായി സംസാരിക്കുന്നു, നിങ്ങൾ തിരുവനന്തപുരത്ത് പരസ്പരം പോർമുഖം തുറക്കുന്നു, പരസ്പരം നിങ്ങൾ ഗുസ്തി നടത്തുന്നു, ഡൽഹിയിൽ വരുമ്പോൾ നിങ്ങൾ ദോസ്ത്. അതാണ് ഇന്നലെ വീണ്ടും പ്രൈം മിനിസ്റ്റർ ആവർത്തിച്ചത്. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത് മറുപടി? ഞങ്ങൾ ഡൽഹിയിൽ ദോസ്തും
തിരുവനന്തപുരത്ത് ഗുസ്തിയും നടത്തുന്നത് BJPയെ കേരളത്തിന്റെ രാഷ്ട്രീയ അകത്തളത്തിൽ നിന്ന് പുറത്തു നിർത്താനാണ്. ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കും. അതാണ് എൻ്റെ രേഖയിലുള്ളതല്ലേ. ഞാൻ പറഞ്ഞു, ഈ പറയുന്ന വിവാദമാക്കിയ ഉച്ചഭക്ഷണത്തിന് ശേഷം എൻ്റെ പ്രസംഗം തുടക്കം മുതൽ അവർ തടസ്സപ്പെടുത്തുകയാണ്. ഞാൻ തുടങ്ങിയപ്പോൾ മുതൽ തന്നെ അവരെൻ്റെ പ്രസംഗത്തെ കാരണം അവർക്ക് ഭയങ്കര ഷോക്കായിരുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് റെസൊല്യൂഷൻ, ഒരു വൈറ്റ് പേപ്പർ പ്രസൻറ്റ് ചെയ്യുമ്പോൾ പിന്നെ അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് റെസൊല്യൂഷൻ്റെ പേരിൽ ഒരാൾ ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് തുടക്കം മുതൽ തടസ്സപ്പെടുത്തിയപ്പോഴൊക്കെ BJPയെ കേരളത്തിന് പുറത്തു നിർത്തുക എന്നുള്ളത് ഞങ്ങളുടെ LDFിൻ്റെയും UDFിൻ്റെയും അജണ്ടയാണ് എന്ന് പറഞ്ഞ റെക്കോർഡിലുണ്ട്. ദാറ്റ്സ് പെർഫെക്റ്റ്. ഇനി ഒറ്റ കാര്യം കൂടി ചോദിച്ചാൽ നമുക്ക് ഒരു ചെറിയ ഇടവേള വേണം. ഞാൻ 5 മിനിറ്റ് കൂടെ സമയം എടുക്കും. അതിൽ ഇപ്പോൾ ഒരു ഏകാംഗ പാർട്ടി ആയതുകൊണ്ട്, കാരണം പ്രേക്ഷകരുടെ മനസ്സിലുള്ള മുഴുവൻ സംശയങ്ങളും ദൂരീകരിച്ചിട്ട് ഞാൻ പോകത്തുള്ളൂ ഞാൻ തന്നെ നിശ്ചയിച്ചു വന്നതാണ്. കാരണം അങ്ങനെ ധീരസം ഉണ്ടാവാൻ പാടില്ല. അതിലൊന്ന്, ഈ അങ്ങ് ഏകാംഗ പാർട്ടി ആയതുകൊണ്ട് തന്നെ ആ പാർട്ടിയെ NDA ഒരു ഘടകകക്ഷിയാക്കിയാൽ കൂറുമാറ്റമടക്കമുള്ള കാര്യങ്ങൾ അവിടെ ബാധകമേ അല്ല. ഇനി താങ്കളെ വിളിച്ചാൽ പോലും അത് കൂറുമാറ്റം ബാധകമല്ല, കാര്യം താങ്കൾ ഏകാംഗ MP ആയതുകൊണ്ട്. അപ്പോൾ NDAക്ക് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരം വളരെ ചലഞ്ചിങ് ആണ്. അതുകൊണ്ടാണ് അവർ പല പല ശ്രമങ്ങളിലേക്ക് പോകുന്നത്. CA അടക്കമുള്ള വിഷയങ്ങളാണെങ്കിൽ ശരി, രാമക്ഷേത്രം അടക്കമുള്ള വിഷയങ്ങൾ അതൊന്നും കാര്യമായി ഏറ്റിട്ടില്ല. തെക്കേ ഇന്ത്യയിൽ നിന്ന് പോലും കാര്യമായ പ്രസൻസ് അവർക്കില്ല. അപ്പോൾ RSP NDAയുടെ ഘടകമാക്കാൻ ഒരു രാഷ്ട്രീയ നീക്കം നടത്തിയാൽ എങ്ങനെ താങ്കൾ ഇതിനെ പ്രതിരോധിക്കും? അവരതിനൊരു കാരണവശാലും ശ്രമിക്കില്ല. കാരണം RSPയുടെ രാഷ്ട്രീയം അവർക്ക് നല്ലതുപോലെ അറിയാം. ഒരു തരത്തിലും അത്തരം ഒരു നീക്കത്തിൻ്റെ പോലും പ്രസക്തിയില്ല. കാരണം RSP ഒരു ഇടതുപക്ഷ പാർട്ടിയാണ്. ഇവിടെ കേരളത്തിൽ CPM ഇടതുപക്ഷ പാർട്ടിയാണ്. അവരോടൊപ്പം നിന്നാൽ മാത്രമേ ഇടതുപക്ഷമാകൂ എന്നുള്ളൊരു ധാരണയുണ്ട്. അതിൻ്റെ ഒരു പൊളിറ്റിക്സിലേക്ക് ഞാൻ പോകുന്നില്ല. RSPയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ തൊഴിലാളി UDFിലെ ഇടതു പാർട്ടിയാണ് RSP. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ, ഒരു സംശയവും വേണ്ട. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം NDA എന്ന് പറയുന്ന ഒരു സാധനത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും RSPക്ക് കഴിയില്ല. അതൊക്കെ അസന്നിഗ്ധമാണ്. അത് പറയുന്നത് തന്നെ ലജ്ജാകരമാണ്. അങ്ങനെ കഴിയില്ല എന്ന് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ അതിനെ സ്ഥിരീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുന്നത് അങ്ങനെ ഒരു ക്വസ്റ്റ്യനേ ഇല്ല. 99 മുതൽ അല്ലെങ്കിൽ അങ്ങ് പാർലമെന്റിലുണ്ടായ നാൾ മുതൽ ഇന്നേ വരെ ഏതെങ്കിലും BJP നേതാക്കളോ അനുഭാവികളോ ഇൻഫ്ലുവൻസേഴ്സോ താങ്കളെ ഏതെങ്കിലും തരത്തിൽ താങ്കളെയോ പാർട്ടിയോ സമീപിച്ചിട്ടുണ്ടോ? ഒരു തരത്തിലും സമീപിച്ചിട്ടില്ല. ഉണ്ടായിരുന്നില്ല അവർക്ക്. അങ്ങനെ സമീപിക്കണമെങ്കിൽ 99 അവർ സമീപിക്കണമായിരുന്നു. അതെ. അന്ന് ഒരു വോട്ടിന് പരാജയം, അതവർക്ക് കൃത്യമായിട്ട് കാണാം. ഒരു വോട്ടിന് പരാജയപ്പെടുമ്പോൾ എന്തുകൊണ്ട് സമീപിക്കുന്നില്ല? അവർക്ക് ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയെ സംബന്ധിച്ചും പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ സംബന്ധിച്ചും കൃത്യമായിട്ടുള്ള അസസ്മെന്റ് ഉണ്ട്. ഒറ്റ ചോദ്യം കൂടെ ചോദിച്ചാൽ നമുക്ക് ഇത് അവസാനിപ്പിക്കാം. അങ്ങ് നിർമ്മലാ സീതാരാമനെ കുറിച്ച് ഭാവി പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞതായി ഇന്നലെ ചർച്ചയിൽ CPMന്റെ പ്രതിനിധികൾ പറഞ്ഞു. യഥാർത്ഥത്തിൽ അങ്ങനെ എന്താണ് ഉദ്ദേശിച്ചത്? അതിപ്പോൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നു. അല്ല, ഞാൻ പറയുന്നതെല്ലാം വിവാദമായി പ്രചരിപ്പിക്കുന്നതാണല്ലോ CPMന്റെ ജോലി. ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ അവരൊരു സെമിനാറിന് വന്നു. സെമിനാറിന് വന്നപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞു. ഇതുപോലെ ഞാൻ ഡോക്ടർ മൻമോഹൻ സിംഗിനെ ഒരു സെമിനാറിനെ ക്ഷണിച്ചു. അദ്ദേഹം വന്നു. അന്ന് ആ കോളേജിൻ്റെ പ്രിൻസിപ്പൽ, അദ്ദേഹം ആ വേദിയിലുണ്ടായിരുന്നു. കോളേജിൻ്റെ പ്രിൻസിപ്പൽ പറഞ്ഞു, നിങ്ങൾ ഭാവിയിൽ പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞൊരു സംഭവം ഞാനൊന്ന് അനുസ്മരിച്ചു. ആ അനുസ്മരിച്ച സംഭവത്തെയാണ്, എന്നിട്ട് ഇവരാകുന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് നിർമ്മലാ സീതാരാമൻ ഇപ്പോൾ വീണ്ടും വന്നിരിക്കുന്നു. ഭാവി എന്താണെന്ന് എനിക്കറിയില്ല. ഏതായാലും അന്ന് ഒരു പ്രവചനം നടന്നു എന്ന് പറഞ്ഞൊരു പ്രസംഗത്തിൽ ഒരു നർമ്മരസം കലർത്തി പറഞ്ഞൊരു വാചകത്തെ വിവാദമാക്കുന്നെങ്കിൽ നിർമ്മലാ സീതാരാമൻ പ്രധാനമന്ത്രിയാകുമെന്നൊരു പൊളിറ്റിക്കൽ ഒബ്സർവേഷൻ അല്ല, ദാറ്റ്സ് എ കാഷ്വൽ റിമാർക്ക്. ഒരു കാഷ്വൽ എവിടെയെല്ലാം നമ്മൾ പറയുന്നു. കാരണം സമാന സ്വഭാവത്തിൽ അന്ന് ഇദ്ദേഹം ധനമന്ത്രിയായില്ല, അന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. ഡോക്ടർ മൻമോഹൻ സിംഗ് വന്നു. അന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ ഹെൻറി സാറ് അദ്ദേഹം പറഞ്ഞു, യു വിൽ ബിക്കം ദ പ്രൈം മിനിസ്റ്റർ, യു ആർ സ്യൂട്ടബിൾ ഫോർ ദ പ്രൈം മിനിസ്റ്റർ. അന്ന് പറഞ്ഞൊരു അനുഭവം, അന്ന് ഞാൻ പാർലമെന്റ് അംഗമാണ്. അന്ന് ആ ഒരു അനുഭവം ആ വേദിയിൽ പങ്കുവച്ചതിനെയൊക്കെ അതാണ് CPMന് പൊളിറ്റിക്സ് ഇല്ല. CPMന് പറയാൻ രാഷ്ട്രീയമില്ല. ഞാൻ പറയാം അരുൺ, അതാണ് ഒന്ന്. അവർ ദേശീയ രാഷ്ട്രീയം പറഞ്ഞാൽ പ്രതിരോധത്തിലാകും. ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മതേതര മുന്നണിയിൽ കോൺഗ്രസും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയും ശാക്തീകരിക്കപ്പെടണമെന്ന പൊളിറ്റിക്സിനെ ഇവരെങ്ങനെയാണ് ചെയ്യുന്നത്? ഇവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിന് BJPയെ എതിർക്കാൻ കഴിയില്ല, അവരെ വിശ്വസിക്കാൻ. അവരുമായിട്ടാണ് തമിഴ്നാട്ടിൽ 2 സീറ്റ് പ്രകാശ് കാരാട്ടും വൃന്ദ കാരാട്ടും വോട്ട് ചെയ്യുന്നത് CPMനാണ്. അല്ല, ഡൽഹിയിൽ വോട്ട് ചെയ്യുന്ന ആൾക്കാണ്. അതെ, ഡൽഹിയിൽ വോട്ട് ചെയ്യുന്നത് സ്വാഭാവികമായി കോൺഗ്രസിലാണ്. കൈപ്പത്തി ചിഹ്നത്തിലാണ് വോട്ട് ചെയ്യുന്നത്. ഏത് കോൺഗ്രസ് ഒരു ആം ആദ്മി പാർട്ടി. അതെ, തീർച്ചയായും. ഡൽഹിയിൽ അങ്ങനെയല്ലേ? മാത്രമല്ല, അവരുടെ ഔട്ട് ഓഫ് 3 ആലപ്പുഴയിൽ നിന്നുള്ള ആരിഫ് കഴിഞ്ഞാൽ 2 സീറ്റും കോൺഗ്രസിന്റെ സഹായത്തോടു കൂടി കിട്ടിയ സീറ്റാണ്. അവരാണ് പറയുന്നത് കോൺഗ്രസിനെ വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല, ചതിയാണ്, വഞ്ചനയാണ്, അവർക്ക് വർഗീയതയെ ചെറുക്കാൻ. എന്തൊരു
വൈരുദ്ധ്യമാണ് പറയുന്നത്. NKP 10 മിനിറ്റ് സംസാരിക്കുമ്പോൾ ഒരു ഊർജ്ജം വരുന്നത് പ്രേക്ഷകർക്ക് മനസ്സിലായില്ലേ? കൊല്ലത്ത് വളരെ തീപാറുന്ന പോരാട്ടം എന്ന് പറയുമ്പോൾ NK പ്രേമേന്ദ്രൻ പറയുന്നത് ഓൾമോസ്റ്റ് വൺ സൈഡഡ് ആയി കഴിഞ്ഞിരിക്കുന്നുവെന്നാണ്. പക്ഷേ എങ്കിലും മുകേഷിന്റെ സാന്നിധ്യത്തോടു കൂടി അങ്ങനെ പറയുന്നില്ല. പോരാട്ടമുണ്ട്, അല്ലല്ല, തെരഞ്ഞെടുപ്പ് മത്സരമുണ്ട്. അത് ഗൗരവത്തോടു കൂടി അത് ആര് സ്ഥാനാർത്ഥി എന്നുള്ളതല്ല. എനിക്കറിയാം, ഞാൻ മത്സരിക്കുന്നത് CPM നേതൃത്വം നൽകുന്ന ഒരു പാർട്ടി സംവിധാനം, അതിൻ്റെ സംഘടനാ സംവിധാനം, അതിൻ്റെ സാമ്പത്തിക സ്രോതസ്, അധികാരം, മറ്റെല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ നല്ലതുപോലെ. അതുകൊണ്ട് ഞാൻ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ മത്സരത്തെ കാണുന്നത്. തീർച്ചയായും. അപ്പോൾ ഇനി ഒരു ചോദ്യം കൂടി ചോദിച്ച് നമുക്ക് അദ്ദേഹത്തെ സ്വന്തമാക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് CAA വിഷയത്തിൽ UDF MPമാർ BJPക്ക് അനുകൂലമായ CAAക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. NIAയും CAAയും തമ്മിൽ തിരിഞ്ഞുപോയി എന്നൊരു കൺഫ്യൂഷനാണ് എനിക്കുള്ളത്, സാങ്കേതികമായുള്ള കൺഫ്യൂഷൻ. അത് CMന് മനസ്സിലാക്കാതെ പോയതാണോ, അതല്ല മനഃപൂർവ്വം അങ്ങോട്ട് പ്രചരണം നടത്തിയതോ? അന്ന് എന്താണ് സംഭവിച്ചത്? നിങ്ങൾ 19 MPമാരും UDFിൽ നിന്നുള്ളവർ ആരിഫ് മാത്രമാണ് CAA ഭേദഗതി വിഷയത്തെ എതിർത്ത് സംസാരിച്ച് വോട്ട് ചെയ്തത് എന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത്. വളരെ വളരെ നിർഭാഗ്യകരമായ പരാമർശമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന്. ഒരു സംസ്ഥാന മുഖ്യമന്ത്രി, ഇത്രയും പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ഉള്ള CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം ഇത്രയും ബാലിശമായ ഒരു അഭിപ്രായം പറയുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാച്ചർ എത്രമാത്രം താഴെ പോയി. ഒന്ന്, വോട്ടിങ്ങിനെ സംബന്ധിച്ച് ഞാൻ വിടുന്നു. ഇപ്പോൾ CAA ആയാലും NIA ആയാലും ആ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ബിൽ, പൗരത്വ നിയമ ഭേദഗതി ബിൽ ഭരണഘടനാപരമായി നിലനിൽക്കത്തക്കതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം തടസ്സവാദം ഉന്നയിച്ചുകൊണ്ട് പ്രസംഗിച്ചത് ഞാനാണ്. ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ, അവതരണ വേളയിൽ. അതിനെ പിന്തുടർന്നുകൊണ്ടാണ് ഇന്ത്യയിലെ പ്രതിപക്ഷം ഒന്നാകെ, അതായത് മതേതര ഭാരതത്തിൽ മതം പൗരത്വത്തിന് മാനദണ്ഡമാകുന്നത് മതേതര ഭരണഘടനയുടെ മൗലികമായ തത്വത്തിൻ്റെ ലംഘനമാണെന്നും അതുകൊണ്ട് ഇതിന് ലെജിസ്ലേറ്റീവ് കോമ്പീറ്റൻസ് ഇല്ല, അവതരിപ്പിക്കാൻ അമിത്ഷാ അവതരിപ്പിക്കാൻ അനുമതി നൽകാൻ പാടില്ല എന്ന് പറഞ്ഞ് അതിശക്തമായ നിലയിൽ വാദം ഉയർത്തിക്കൊണ്ട് തടസ്സവാദം ഉന്നയിച്ചു. ഒന്ന്, സ്വാഭാവികമായും ഭൂരിപക്ഷം ഉപയോഗിച്ച് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അന്ന് തന്നെ ചർച്ച നടന്നു. ആ ചർച്ച നടന്നപ്പോൾ ആ ചർച്ചയിൽ സംബന്ധിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചൊരു പോയിന്റ് ഞാനിവിടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ ഞാൻ പറഞ്ഞ വളരെ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ഹൗ ക്യാൻ യു ക്ലാസിഫൈ മുസ്ലിംസ് വേഴ്സസ് നോൺ മുസ്ലിംസ്, മുസ്ലിംസും മുസ്ലിം ഇതര വിഭാഗങ്ങളും എന്ന് പറഞ്ഞ് പൗരത്വം ലഭിക്കുന്നതിനുള്ളൊരു ക്ലാസിഫിക്കേഷൻ ഭരണഘടനയുടെ 14-ാം അനുച്ഛേദത്തിൻ്റെ നഗ്നമായ ലംഘനമാണ് എന്ന് മാത്രമല്ല ആർബിട്രറി, ഒരു തരത്തിലും റീസണബിൾ അല്ല. ഏത് കോടതിയിൽ പോയാലും ഒരു ജുഡീഷ്യൽ വെർഡിക്റ്റ് ഉണ്ടായാൽ ഇത് സ്ട്രക്ക് ഡൗൺ ചെയ്യും, ഈ നിയമം നിലനിൽക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. ഞാനാണതിൽ ഏറ്റവും ഭേദഗതി അവതരിപ്പിച്ചത്. CPMൻ്റെ എത്ര പേര് ഭേദഗതി, ഞാൻ എന്നിട്ട് പറയുന്നില്ല ഇപ്പം ഭേദഗതി എല്ലാവരും അവതരിപ്പിക്കണമെന്നില്ല. ഞാനാണ് പ്രതിപക്ഷത്തിന് വേണ്ടി, എനിക്ക് തോന്നുന്നു 5ഓ 6ഓ ഭേദഗതികൾ ഞാൻ അതിൽ അവതരിപ്പിച്ചു. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനത് പൂർണ്ണമായി കാണുന്നു. ഇനി വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട് 2-3 കാര്യങ്ങൾ മനസ്സിലാക്കണം. ചില ഘട്ടങ്ങളിൽ നമ്മളൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ്, പാർലമെന്ററി ഫ്ലോർ സ്ട്രാറ്റജിയാണ്, പൊളിറ്റിക്കൽ ഫ്ലോർ സ്ട്രാറ്റജി. നമ്മൾ ദുർബലമാകുമ്പോൾ നമ്മൾ ബോയ്ക്കോട്ട് ചെയ്യും, അത് റെക്കോർഡിൽ വരും. ഒപ്പോസിഷൻ ഹാസ് ബോയ്ക്കോട്ടഡ്. അതൊരിക്കലും യുനാനിമസായി പാസ്സാക്കുന്നതിന് തുല്യമല്ല. ഇപ്പം ഞാൻ പറയാം, അവർക്ക് 350 പേരുടെ പിന്തുണയുണ്ട്, നമ്മൾ 60 പേരെ 70 പേരെ ഉള്ളെങ്കിൽ ബെറ്റർ ടു ബോയ്ക്കോട്ട്. കാരണം ഓൺ റെക്കോർഡിൽ വരുന്നത് എന്താണ്? 353 അനുകൂലിച്ചു, 56 അല്ലെങ്കിൽ പലപ്പോഴും 56ഉം 70ഉം ഒക്കെയാണ് ഈ അറ്റൻഡൻസ്. പല കോൺഗ്രസും ലെഫ്റ്റും അല്ലാതെ വേറെ ആരും അവിടെ ഇരിക്കാറില്ല. ഇത്തരം കണ്ടൻഷ്യസ് ഈ സമാജ്വാദി പാർട്ടിയും ഇവരെ ആരെയും സഭയിൽ പോലും കാണില്ല. ഇത്രയും വിവാദപരമായ വിഷയങ്ങൾ വരുമ്പോൾ മാക്സിമം പോയ 60-70 പേര് ഞങ്ങളിൽ കോൺഗ്രസും കാണും, ലെഫ്റ്റും കാണും. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും ഒരു സ്ട്രാറ്റജി എന്നുള്ള നിലയിൽ അത് നിയമസഭയിൽ അത് നടക്കാറില്ല. അതായത് സീറ്റ് വോട്ട് ബോയ്ക്കോട്ട് ചെയ്തത്, ഫ്ലോർ ബോയ്ക്കോട്ട് ചെയ്തത്, അന്ന് വോട്ടിങ്ങിൽ പങ്കെടുക്കാതിരുന്നത് ഒരു ഫ്ലോർ സ്ട്രാറ്റജിയുടെ ഭാഗമാണ് പ്രതിപക്ഷത്തിൻ്റെ. അല്ല, അത് പലഘട്ടം ഞാൻ CAA കാര്യത്തിൽ വോട്ടിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. CAAയുമായി ബന്ധപ്പെട്ട് വോട്ടിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടെന്നാണ്. പലതിലും വോട്ടിങ്ങിൽ പങ്കെടുക്കാതെ പോയിട്ടുണ്ട്. ചിലതിൽ മുസ്ലിം ലീഗ് അവർ പറയാറുണ്ട്, ഞങ്ങളുടെ ഒരു ഡിഫറൻസ് ഞങ്ങൾക്ക് പ്രകടിപ്പിച്ചു നോക്കും, അവർ മാത്രം പങ്കെടുത്ത കാര്യങ്ങളുണ്ട്. ഇപ്പോൾ മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ബിൽ അവർ വോട്ടിങ്ങിൽ ഞങ്ങൾ മുത്തലാഖുമായി ബന്ധപ്പെട്ട വിഷയം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രമേയം വന്നു, ഞങ്ങളെല്ലാം ബോയ്ക്കോട്ട്. CPMും ബോയ്ക്കോട്ട്. എന്താ CPM വോട്ട് ചെയ്യാൻ? ഞാൻ തിരിച്ചു ചോദിക്കുന്നു മുഖ്യമന്ത്രിയോട്, എന്തുകൊണ്ടാണ് പാർലമെന്റിൽ രാമക്ഷേത്രം നിർമ്മിച്ച പ്രവൃത്തിയെ പ്രകീർത്തിച്ചുകൊണ്ട്
നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചുകൊണ്ട് ഗവൺമെൻറ് കൊണ്ടുവന്ന പ്രമേയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ചയിൽ പങ്കെടുക്കാതെ നിങ്ങളുടെ ഡിസന്റ് പോലും സഭയിൽ പറയാതെ എന്തിനാണ് നിങ്ങൾ ബഹിഷ്കരിച്ചത്? ഡിസന്റും പറഞ്ഞില്ല. ഇല്ല, ആരും പറഞ്ഞില്ല. ഞങ്ങളെല്ലാം ബഹിഷ്കരിച്ചു. കാരണം സഭ അതിനു വേണ്ടിയിട്ടുള്ളതല്ലോ. അതായത് വളരെ കൃത്യമാണ്. അപ്പോൾ ഈ മുഖ്യമന്ത്രി പറഞ്ഞത് ഒന്നുകിൽ തെറ്റിദ്ധരിച്ചാണ്. അദ്ദേഹത്തെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാകുമെന്ന്. പിന്നെ അദ്ദേഹത്തിന് നല്ലതുപോലെ അറിയുന്നതിൽ ഇപ്പോൾ ഉദാഹരണം നിങ്ങൾ നിയമസഭയിൽ ഈ അടുത്ത കാലത്ത് കുറേ അധികം കാര്യങ്ങൾ വന്നല്ലോ. പ്രതിപക്ഷത്തിന് ശക്തമായ വിയോജിപ്പുണ്ട്. അവർ ഡിവിഷന് നിന്നില്ല, അവർ ബോയ്ക്കോട്ട് ചെയ്യും. അപ്പോൾ ഡിവിഷൻ കമ്പൽസറി അല്ല. ചില ഘട്ടങ്ങളിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളിൽ ചില ഘട്ടങ്ങളിൽ. പക്ഷേ രാജ്യസഭയിൽ നിങ്ങൾ നോക്കണം, കോൺഗ്രസ് എടുത്ത സ്റ്റാൻഡ് എന്താ? നെക്ക് ടു നെക്ക് ഫൈറ്റ് ചെയ്തില്ലേ? അവസാനം ഡിവിഷൻ ചോദിച്ചില്ലേ? ലെഫ്റ്റും കോൺഗ്രസും കൂടി അതിശക്തമായിട്ട് പൗരത്വ നിയമ ഭേദഗതി ബില്ലിനെതിരായി രാജ്യസഭയിൽ ഫൈറ്റ് ചെയ്തു. ഞാൻ ഇപ്പോഴും പറയുന്നു, രേഖകൾ പരിശോധിച്ചാൽ രാജ്യസഭയിൽ അന്ന് ആ ബില്ല് പാസ്സായില്ല, ഡിവിഷൻ അനുവദിച്ചില്ല. പ്രേക്ഷകർക്ക് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ CA വിഷയത്തിൽ വോട്ട് ചെയ്യാതെ പോയത്, അത് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത് ഒരു രാഷ്ട്രീയ തന്ത്രം എന്ന നിലയിലാണ്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ സംവാദങ്ങളിലും CAയുടെ ഭേദഗതി നിർദ്ദേശിച്ചും CA എതിർത്തുമാണ് UDF MPമാർ നിലപാടെടുത്ത്. ഓൺ റെക്കോർഡ്. പ്ലസ് ഇതും കൂടെ പരിശോധിക്കണം. CAയിൽ വോട്ട് ചെയ്തോ ഏതോ ഒരെണ്ണത്തിൽ ഞങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല, ബഹിഷ്കരിച്ചിട്ടുണ്ട്. അത് NIAയുടെ കാര്യത്തിൽ നിങ്ങൾ ബഹിഷ്കരിച്ചു. പക്ഷേ അതിന്റെ കാരണം വേറെ ആയിരുന്നു എന്നാണ് ആന്റോ ആന്റണി എന്നോട് പറഞ്ഞത്. അത് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞു, ചിദംബരം കൊണ്ടുവന്നതായതുകൊണ്ട് രാഷ്ട്രീയമായി കഴിയില്ല. പക്ഷേ ചിലതിൽ കോൺഗ്രസ് ബഹിഷ്കരിച്ചതിൽ ഞാൻ വോട്ട് ചെയ്ത അനുഭവമുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രമേയത്തിൽ കോൺഗ്രസ് പറഞ്ഞു ഞങ്ങൾക്ക് ഡിസന്റ് പറഞ്ഞു. CAയുടെ കാര്യത്തിൽ അതൊരു പ്രതിപക്ഷത്തിന്റെ ഒരു കൂട്ടായ തീരുമാനമായിരുന്നു. അതാണ്. അങ്ങനെ ഇതൊക്കെ വെറും വളരെ വളരെ വില കുറഞ്ഞൊരു ആരിഫ് മാത്രമാണ്. എന്തൊരു സത്യത്തിൽ എനിക്ക് സഹതാപം തോന്നുന്നു അദ്ദേഹത്തോട്. വോട്ടുകൾ കണ്ണുവെച്ചുകൊണ്ടുള്ള ഒരു വില കുറഞ്ഞ അരുൺ, ഇന്ന് കേരളത്തിൽ ഞാൻ പറയുന്നത് ഒരു സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്ന് കേരളത്തിൽ സാമുദായികമായി വർഗീയതയെ പ്രീണിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് വോട്ട് ബാങ്കിനെ സ്വാധീനിക്കുന്നതിൽ മറ്റേതൊരു പാർട്ടിയേക്കാൾ മുമ്പിൽ നിൽക്കുന്നത് സാമുദായിക വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടിയായി CPM മാറിക്കഴിഞ്ഞിരിക്കുന്നു. വഴിവിട്ടുള്ള പ്രോത്സാഹനങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞത്. നിസ്സാരമായ കാര്യങ്ങളിൽ പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെയുള്ള ദേശീയ പ്രസ്ഥാനങ്ങളൊന്നും CAയെ എതിർത്തില്ല. ആരിഫ് എന്ന് പറഞ്ഞ ആലപ്പുഴയിൽ നിന്ന് പോയ ഒരാൾ മാത്രമാണ് അതിനെ എതിർത്ത് തോൽപ്പിക്കാൻ പരിശ്രമിച്ചത് എന്ന് അദ്ദേഹവും അവകാശപ്പെടാൻ പാടില്ല. ഈ മുഖ്യമന്ത്രി, അതും പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായിട്ടുള്ള CPMന്റെ മുഖ്യമന്ത്രിയും അവകാശപ്പെടാൻ. ഇതെല്ലാം അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. തിരിച്ചുള്ള ചോദ്യം മുഖ്യമന്ത്രി മറുപടി പറയണം. എന്തുകൊണ്ട് രാമക്ഷേത്ര നിർമ്മാണം നടത്തിയതിന് നേതൃത്വം കൊടുത്ത പ്രധാനമന്ത്രിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പ്രമേയം സഭയിൽ വന്നപ്പോൾ അതിനേക്കാൾ എനിക്ക് പ്രധാനപ്പെട്ടതാണ് BMSന്റെ സംസ്ഥാന സമ്മേളനം എന്ന് പറഞ്ഞ് സമ്മേളനം പോലും ബഹിഷ്കരിച്ച് കോഴിക്കോടോ തൃശ്ശൂരോ പോയി ആ സമ്മേളനത്തിൽ പങ്കെടുത്ത എളമരം കരീം. അതിനൂടെ മറുപടി പറ. വളരെ പ്രധാനപ്പെട്ട ചോദ്യം സർക്കാരിന് മുന്നിൽ വയ്ക്കുന്നു NK പ്രേമചന്ദ്രൻ. മോദി അനുകൂല പ്രമേയത്തിന്, അതും പ്രകീർത്തിച്ചുള്ള പ്രമേയത്തിന് വോട്ട് രേഖപ്പെടുത്താതെ എന്തുകൊണ്ടാണ് ചർച്ചയിൽ പങ്കെടുക്കാതെ ആരിഫ് ഉൾപ്പെടെ പോലും അതിൽ പങ്കെടുത്തില്ല എന്നുള്ളതാണ് മറുചോദ്യമായി NK. ഞാനതിൽ കുറ്റം പറയുന്നില്ല. അത് ഞങ്ങളുടെ ഒരു സ്ട്രാറ്റജിയാണ്. ഞങ്ങൾ കൂട്ടായി എടുത്തൊരു സ്ട്രാറ്റജിയാണ്. ചില ഘട്ടങ്ങളിൽ ഇപ്പോൾ ചില പാർട്ടികളെ സംബന്ധിച്ച് ഇപ്പോൾ ലീഗ് അവരുടെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അങ്ങനെ വേണ്ടി വരും. ഇതൊക്കെ വെറും പാർലമെന്ററി ഫ്ലോർ സ്ട്രാറ്റജിയെ ഇങ്ങനെ വികലമായി ഒരു നേട്ടമായി സഭാതന്ത്രം എന്ന രീതിയിൽ മാത്രമേ അതിനെ കാണേണ്ടതുള്ളൂ. അതേതെങ്കിലും തരത്തിൽ ആ CA ബില്ലുമായി ഐക്യപ്പെട്ടുകൊണ്ടുള്ള കാര്യമായ CA ബില്ലിൽ വളരെ ശക്തമായ രീതിയിലുള്ള നിലപാട് അറിയിച്ചിട്ടുണ്ട് എന്നതാണ് എനിക്ക് പ്രേമചന്ദ്രൻ പറഞ്ഞത്. ഒരു ചോദ്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ധാരാളം ഒഴുക്കുകൾ ഇങ്ങനെ വരുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ തുടക്കത്തിൽ അങ്ങേ പറഞ്ഞു, നമ്മൾ അങ്ങയുമായി ബന്ധപ്പെട്ട വിഷയത്തിലല്ല, കോൺഗ്രസിലെ നേതാക്കൾക്കിടയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാനെങ്കിലും ഈ പത്മജ അടക്കമുള്ളവരുടെ വരവ് സഹായിച്ചിട്ടുണ്ട്. അതൊരു തന്ത്രമായി കേരളത്തിലേക്ക് വരുന്നുണ്ട്. അനിൽ ആന്റണി, പത്മജ ഇന്നലെ ആ വേദിയിലിരിക്കുമ്പോൾ 2 ഫ്രെയിമാണ്. സമാനമായൊരു ഫ്രെയിമുണ്ട്, ലീഡറും AK ആന്റണിയും ഇരിക്കുന്നത്. അല്ല, ഷിബു ബേബി ജോൺ അതിനെ സംബന്ധിച്ചൊരു കമൻറ്റ് പറഞ്ഞു. ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ BJP ഓഫീസിന് മുമ്പിൽ ഒരു ബോർഡ് തൂക്കുന്നത് നന്നായിരിക്കും. കാരണം അവരെടുത്തവരാരെയൊക്കെയാണ്. വേറെ കോൺഗ്രസിൽ നിന്ന് പോയിട്ടുണ്ട്, ഞാൻ നിശ്ചയിച്ചത്. അതൊക്കെ ആയാറാം പൊളിറ്റിക്സ് നോർത്ത് ഇന്ത്യയിൽ നല്ലതുപോലെയുണ്ട്. അവരത് കേരളത്തിലും ആക്കി തീർക്കാനാണ് അവർ ഇത്രയൊക്കെ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും ഒരു നല്ല ഫേസിനെ കിട്ടിയവർക്ക്. ഈ അനിൽ ആന്റണി എന്ന് പറയുന്ന AK ആന്റണിയുടെ മകൻ എന്ന ലേബലല്ലാതെ ആ സ്ഥാനാർത്ഥി, ഞാൻ വ്യക്തിപരമായി പറയല്ല, എന്ത് മികവാണ് അയാളുടെ പെർഫോമൻസ്, അയാളുടെ സ്പീച്ച്, അയാളുടെ ഒരു ബോഡി ലാംഗ്വേജ്. അതുപോലെ തന്നെ പത്മജ, ഞാൻ വിശദീകരിക്കുന്നില്ല, ഇനി അതിനെ സംബന്ധിച്ചൊരു വിവാദം വേണ്ട. സത്യത്തിൽ ഇവരൊക്കെ പോയതുകൊണ്ട് കോൺഗ്രസിന് എന്ത് നഷ്ടം ഉണ്ടായിട്ടുള്ളത്?
അതാണ് ഞാൻ ഇപ്പോൾ ശശി തരൂർ കോൺഗ്രസ് വിട്ടുപോകുന്നു കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ശരിയാണ്. അതിനൊരു മൊമെന്റം, അല്ലെങ്കിൽ മുൻ ആരോഗ്യമന്ത്രി ശിവകുമാറോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കളോ, അവർക്കൊക്കെ ഒരു ബേസും ഒരു ബാസ്റ്റനുണ്ട് അവർക്ക്. ഇത് അവർ കൊടുക്കാവുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ മത്സരിച്ച് ജനം നിരാകരിച്ചവർ, ജനം വേണ്ട എന്ന് പറഞ്ഞവർ, അവരൊരു സുപ്രഭാതത്തിൽ പോവുകയാണ്. പോകുന്നതിൻ്റെ കാരണം എന്താണെന്നൊക്കെ ഞങ്ങൾക്കെല്ലാം അറിയാം. ഞങ്ങളൊന്നും അത് പറയുന്നില്ല. കാരണം അദ്ദേഹത്തെ ഞങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. ആണോ കാരണം? സംശയം എന്താ കാര്യത്തിൽ? പത്മജ അടക്കമുള്ളവർ പോയതിന് പിന്നെ എന്നോട് മറ്റൊരു MLA ഈ കാര്യം സൂചിപ്പിച്ചിരുന്നു. ED അടക്കമുള്ള അന്വേഷണങ്ങളുടെ സ്വാധീനവും നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. ഭാവിയിൽ പുറത്തു വരും. ഇപ്പം നമുക്കറിയാമല്ലോ, ഇപ്പോൾ പല കാര്യങ്ങളും പുറത്തു വരുന്നില്ല. ഇപ്പോൾ 2019 ED അന്വേഷിച്ചതാണല്ലോ ഇന്ന് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന CM ഒരു മനുഷ്യനറിഞ്ഞില്ലല്ലോ. BJP സെലക്റ്റീവാണ് ഈ കാര്യത്തിൽ. BJP അറ്റാക്ക് ചെയ്യുന്നപ്പോൾ അരവിന്ദ് കെജ്രിവാൾ, മമതാ ബാനർജി, MK സ്റ്റാലിൻ, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി, ഇപ്പോൾ കവിത വളരെ സെലക്റ്റീവാണ്. എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ? 2019 ED അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ച ഒരു കേസുമായി ബന്ധപ്പെട്ട വിഷയം 2021 ഇൻകം ടാക്സ് ഇന്ററിം ഡിസ്പ്യൂട്ട് ട്രൈബ്യൂണൽ ഫൈൻഡിങ് നടത്തിയിട്ടും പിന്നെ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം മനോരമ ദിനപത്രം ഈ സ്റ്റോറി പുറത്തു കൊണ്ടുവരുമ്പോഴാണ് നാടറിയുന്നത്. എത്ര ഭംഗിയായി അത് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു. മാത്രമല്ല, ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് കൊടുത്തവരുടെയൊക്കെ കണക്ക് നമ്മൾ പരിശോധിച്ചത് മേഘ ഇലക്ട്രിക്കൽസ് ആണെങ്കിലും ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഗെയിംസ് അടക്കമുള്ള സ്ഥാപനങ്ങൾ, സാന്റിയാഗോ മാർട്ടിൻ്റെ അടക്കമുള്ള സ്ഥാപനങ്ങളെല്ലാം ED റഡാറിലുള്ള സ്ഥാപനങ്ങളായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ മനോഹരമായ ഈ പ്രഭാത വർത്തമാനം അവസാനിപ്പിക്കുന്നു. കുറച്ചധികം നേരം ഞാൻ സംസാരിച്ചിരിക്കുന്നു. ഈ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഈ പര്യടന വേളയിൽ ഞാൻ സംസാരിച്ചത് ശ്രീ NK പ്രേമേന്ദ്രനുമായിട്ടാണ്. അപ്പോൾ ആ ഒരു ഊർജ്ജം ഞാനൊന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞു. ഞാൻ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു സംഭവം സത്യത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബൈപ്പാസ് ഉദ്ഘാടനം ഞാൻ വിളിച്ചതേ അല്ല. അതിൻ്റെ പിന്നിലെ കഥയൊന്നും ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്കൊരു പൊളിറ്റിക്സ് ഉണ്ട് BJPക്ക്. അവരുടെ ഒരു സമ്മേളനം ഇവിടെ ഉണ്ടായിരുന്നു, കൊല്ലത്ത് വെച്ചെന്ന സമ്മേളനവും എല്ലാമായിട്ട് അവർ BJP പൊളിറ്റിക്സിന്റെ ഭാഗമായി തൃശ്ശൂർ ചെയ്തു, പല സ്ഥലത്തും അവർ പല പരീക്ഷണങ്ങളും നടത്തുന്നു. സോഷ്യൽ എഞ്ചിനീയറിംഗ് പലതാണ്. അത് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചു കൊണ്ടുവന്നത് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ക്യാമ്പയിൻ നടത്തി. ഇത് അതിനേക്കാൾ ഭീകരമല്ലേ? പ്രധാനമന്ത്രി ഇവായിട്ട് ഉച്ചഭക്ഷണത്തിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയം മാറുമോ, നിലപാട് മാറുമോ? അത് വ്യാപകമായി LDFിൻ്റെ കൺവീനർ ഉൾപ്പെടെയുള്ള സമുന്നതരായിട്ടുള്ള നേതാക്കന്മാർ, നിങ്ങളറിയണം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നോയമ്പ് ആരംഭിച്ചല്ലോ, വ്രതാനുഷ്ഠാനങ്ങൾ ആരംഭിച്ച പള്ളികളുടെ മുമ്പിൽ സ്പെഷ്യൽ സ്ക്വാഡാണ്. ഞാനറിഞ്ഞത് കമ്മിറ്റി തീരുമാനമാണ്. മുസ്ലിം ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ പോയി സ്പെഷ്യൽ സ്ക്വാഡ് നടത്തി ഈ വിഷയം ചർച്ചയാക്കി മാറ്റണമെന്നുള്ള നിർദ്ദേശമാണ് കേഡേഴ്സിന് കൊടുത്തിരിക്കുന്നത്. അവരോട് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് പറയാം, നമ്മൾ ഈ രാഷ്ട്രീയമായി സംസാരിച്ചു സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി. അതായത് എത്രത്തരം പ്രലോഭനങ്ങളോ ഭീഷണിയോ വന്നാലും അങ്ങനെ പോകേണ്ടി വരുന്നൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞാൽ പോലും ആ രാഷ്ട്രീയം അവസാനിപ്പിച്ച് ഇവിടെ പൊതുസേവനം. തീർച്ചയായിട്ടും ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. ദാറ്റ്സ് ഇറ്റ്. അതോടുകൂടി എനിക്ക് തോന്നുന്നു ആ ആശങ്കകളെല്ലാം മാറിക്കഴിഞ്ഞു. സന്തോഷം എനിക്കുണ്ടായിരുന്നു അങ്ങുമായിട്ട് കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയണം പ്രേക്ഷകരോട് എന്നുള്ളത്. താങ്ക് യു. വളരെ സൗഹാർദ്ദമായ ഒരു പ്രഭാത വർത്തമാനത്തിന്. അപ്പോൾ എല്ലാവിധ ആശംസകളും. അപ്പോൾ നല്ല ചൂടാണ്, ആരോഗ്യമൊക്കെ നോക്കണം, വെള്ളമൊക്കെ കുടിക്കണം. ഈ എഫർട്ട് സത്യത്തിൽ മാധ്യമരംഗത്ത് ഒരു പുതിയ അനുഭവമാണ്. താങ്ക് യു. കാരണം തീർച്ചയായും ഔപചാരികതയിലില്ലാതെ അനൗപചാരികമായി സൗഹൃദ വർത്തമാനത്തിലൂടെ, സ്നേഹങ്ങളില്ലെങ്കിൽ സംവാദം സാധ്യമാവില്ല. സൗഹൃദ വർത്തമാനത്തിലൂടെ ഗൗരവതരമായ രാഷ്ട്രീയം ജനങ്ങളുമായി പങ്കുവെക്കുക എന്നുള്ളത് തീർച്ചയായും ഒരു പുതിയ അനുഭവമാണ്. താങ്ക് യു. അടുത്ത തവണ വരുമ്പോൾ 2 കശുവണ്ടി കൂടി തരണം. തീർച്ചയായും. ഞങ്ങളെ കൊല്ലത്ത് വരുമ്പോൾ കശുവണ്ടി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, അത് അടുത്ത തവണ വരും. അതുകൊണ്ട് പക്ഷെ നമ്മൾ അടുത്ത തവണ വരുമ്പോൾ വിജയിച്ചു വരുമ്പോൾ ലഡുവിന് പകരം കശുവണ്ടി തന്നാൽ. തീർച്ചയായും. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.